ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ രാവിലെ എല്ലാ ദിവസവും കഴിഞ്ഞ പ്രാവശ്യം പോയതുപോലെ തന്നെ രാവിലെ ഉറക്കം എണീറ്റപ്പോഴത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നി. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു എന്താ പറയുക ട്രാവൽ വ്ളോഗ് തന്നെയാണ് ഇപ്പോഴും ഈ പ്രാവശ്യവും. ഇതിപ്പോൾ എന്തായാലും ട്രിവാൻഡ്രത്തുകാർക്ക് പൊന്മുടി എന്ന് പറയുന്നൊരു സ്ഥലം എന്താ പറയുക അറിയാതിരിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് ബാക്കിയുള്ള ജില്ലക്കാർക്ക് വേണ്ടിയിട്ടുള്ള ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ട്രിവാൻഡ്രത്തുകാരും കണ്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എന്നാലും ബാക്കിയുള്ളവർക്കും കൂടെ ഉള്ള ട്രാവൽ വ്ളോഗാണ്. ഞാൻ വഴിയും കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക പോകുന്ന വഴിക്കെല്ലാം സെറ്റാക്കാം, വഴിയും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് പൊന്മുടി. പിന്നെ ടൈം കിട്ടും പോലെ നമുക്ക് അതിൻ്റെ അടുത്തുള്ള വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എന്തായാലും എന്താ പറയുക ബാക്കിയുള്ള എല്ലാം വഴി പറയാം. അന്നത്തെ പോലെ തന്നെയാണ് ഇന്നെനിക്ക് ഇവിടെ പൊന്മുടിയാണെന്നുണ്ടെങ്കിൽ വഴി അറിയാം, പക്ഷേ എന്താ പറയുക സ്ഥിരം പോകുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് ട്രിവാൻഡ്രത്ത് സ്ഥലങ്ങൾ കാണാൻ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താ പറയുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. ഗൈസ്, ഞാൻ കരകുളം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടോട്ട് എത്തി നിൽക്കുകയാണ്. അത്യാവശ്യം പോകുന്ന വഴിക്ക് ഒരു മഴ കിട്ടുമെന്നാണ് ഒരു പ്രതീക്ഷ. കാരണം മേഘമൊക്കെ നല്ല കറുത്തിരുണ്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു മഴ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. മഴയാണെന്നുണ്ടെങ്കിലും നമ്മൾ പിന്തിരിവൊന്നുമില്ല, നേരെ ഫ്രണ്ടിലോട്ട് തന്നെ നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് തന്നെ നമ്മൾ പോകും. മഴ നനഞ്ഞിട്ടായാലും പോവും. വീഡിയോസ് മാക്സിമം പറ്റുന്ന രീതിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് ഗൈസ്. സോ എന്താ പറയുക നമുക്ക് നിർത്തുന്നിടത്ത് വെച്ച് കാണാം ഗൈസ്. ഞാൻ കൊറലിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർത്തിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വന്ന വഴിയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുത്തമ്പാലം ആ റേഞ്ചിൽ നിന്നൊക്കെ വരുന്ന പുത്തമ്പാലം മീൻസ് നമ്മുടെ നെടുമങ്ങാട് പുത്തമ്പാലം റോഡ് ഈ മെയിൻ റോഡാണ്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ കാണാറുണ്ട്. ഇന്നൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് കാണാത്തത്. ഇല്ല നമുക്ക് എന്താ പറയുക ഒരു ഷോർട്ട് കട്ട് വഴിയാണ് ഈ വന്ന് കയറുന്നത്. ഇത് നമ്മൾ നെടുമങ്ങാട് കരിപ്പൂർ റോഡാണ്, നേരെ ഇവിടെ കൊറലിയോട് വന്ന് ഇറങ്ങുന്ന റോഡാണിത്. അപ്പോൾ ഇനി നമുക്ക് പോവേണ്ട വഴി നേരെ ഇങ്ങോട്ടാണ് ഗൈസ്. അപ്പോൾ നെടുമങ്ങാട് കരിപ്പൂർ റോഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല. കുറച്ച് ചെറിയിടത്ത് മാത്രം റോഡിന് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്തടത്ത് കുറച്ച് എളുപ്പ വഴിയും കൂടെയാണിത്, വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തടുത്ത് വെച്ച് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ ഇരുതല മൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിക്കുന്നത്. ഇവിടെ നിർത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ നമ്മളെ വണ്ടി ഇരിപ്പുണ്ട്. നിർത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നിട്ടൊരു എന്താ പറയുക നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല, ഒരു ലോങ് സൈറ്റിലൊരു ചെറിയൊരു സീനറി ഉണ്ട്. ഒരു 2 മലയാണ് ആക്ച്വലി, ഒരു മല മാത്രമേ ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് പോകുന്ന വഴിക്ക് വേറെ ഇതുപോലത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ. നമ്മൾ ഇപ്പോൾ ചെറ്റച്ചൽ എന്ന് പറയുന്നൊരു എന്താ പറയുക അടിവാരം റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ, ഫേമസ് അടിവാര റെസ്റ്റോറൻറ്റിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 റോഡ് കാണാം. ഇടത്തോട്ട് തന്നെ ഇപ്പോൾ ഈ സ്കൂട്ടർ വരുന്ന ഈ റോഡും പിന്നെ ഈ റോഡും. അപ്പോൾ ഈ റോഡിലോട്ട് നമ്മൾ തിരിയരുത്. ഈ റോഡിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ചെറ്റച്ചലിലോട്ടാണ്. ചെറ്റച്ചൽ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ബസ് പോകുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത്, പൊന്മുടി റൂട്ട്. അപ്പോൾ അതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. ഇപ്പോൾ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ചെറിയ രീതിക്ക് ചാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോട കാണും എന്നാണ് പൊന്മുടിയിൽ എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം മഴ സമയത്താണല്ലോ കോടയൊക്കെ വരുന്നത്. അപ്പം കോട കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങോട്ട് കയറ്റമില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. പോണ വഴിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഗൈസ്. ഞാനിപ്പോൾ അരുവിയോട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അരുവിയോട് കഴിഞ്ഞു
ഞാൻ ഇടയ്ക്ക് വെച്ച് കുറച്ച് വീഡിയോസ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ വണ്ടി നിർത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ റോഡ് വന്നിട്ട് വിതുര ജംഗ്ഷനാണ് വന്നത്. വിതുര ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് ഡയറക്ഷനുണ്ട്, റൈറ്റിലോട്ടാണ്. വിതുര ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ടുള്ള വഴിയാണ് കയറേണ്ടത്. അതുവഴി വരുമ്പോഴത്തേക്കും വിതുര ജംഗ്ഷനിലൊരു എന്താ പറയുക, നേരെ സെൻറ്ററിൽ തന്നെ ആയിട്ടൊരു ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ തൂണിൽ എഴുതി വെച്ചിട്ടുണ്ട് റൈറ്റിലോട്ടാണ് പൊന്മുടി എന്നൊക്കെ. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ബോണക്കാടോട്ടുള്ള വഴി തിരിയുന്നുണ്ട്, പിന്നെ അഗസ്ത്യാർകൂടത്തിലോട്ടുള്ള വഴിയൊക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾക്ക് വഴിയിൽ കാണാൻ പറ്റും ഡയറക്ഷൻ ബോർഡുകൾ എല്ലായിടത്തും ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം ഡയറക്ഷൻ ബോർഡുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും. നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ പശു നോക്കിക്കൊണ്ടിരിക്കുക, എന്താ പശു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിർത്തുന്നിടത്ത് വെച്ച് കാണാം ഗൈസ്. നമ്മൾ ചിറ്റാർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്ന വഴിക്കാണ് ഞാൻ ഈ ചിറ്റാർ എന്ന് പറഞ്ഞ ബ്രിഡ്ജ് കണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു നല്ലൊരു എന്താ പറയുക ആറൊഴുകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. ആൾക്കാരെല്ലാവരും നോക്കിക്കൊണ്ട് പോകുന്നു. ഇവിടെ ബസ്സൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. ചിറ്റാറാണ് ഗൈസ്, ചിറ്റാറ്. ചിറ്റാർ അങ്ങനെ പാത്തഞ്ഞ് ഒഴുകുകയാണ് ഗൈസ്. മഴക്കാലം കൂടെ ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറയുക ഇത്രയ്ക്ക് ഫോഴ്സ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഗൈസ്. ഞാൻ ചിറ്റാറ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇതുവഴി റോഡ് സൈഡിൽ കൂടെ പോയപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വീട് കണ്ടു. നമ്മളൊരു റബ്ബർ സംഭവത്തിൻ്റെ നടുക്കായിട്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒരു വീട് കണ്ടോ? റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ്, ഫുള്ള് പച്ചപ്പിൻ്റെ നടുക്കാണ് ഒരു വീട്. അത് വീട്ടിൽ ആൾ താമസമുണ്ടോ അത് തന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലമാണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും കാണാൻ നല്ല രസമുള്ളതായിരുന്നുകൊണ്ട് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ ശരി ഗൈസ്, അടുത്തടുത്ത് നിർത്തിച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ പൊന്മുടിയിലുള്ള ഹെയർ പിന്നെ കയറി തുടങ്ങി. അപ്പോൾ ഇവിടെ എല്ലാവരും വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, രാവിലെ 8 മണി മുതൽ 4 മണി വരെ മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. അപ്പോൾ അതിനകത്ത് തന്നെ മാക്സിമം എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഇല്ലാതെങ്കിൽ നമ്മൾ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ എന്താ പറയുക, ഇനി പോകുന്ന വഴിക്ക് മീൻപുട്ടി വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറാൻ എൻട്രി പാസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കല്ലാറിൽ എൻട്രി പാസ് ഉണ്ട്, മീൻമുട്ടി അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കയറി പോവാം. അപ്പോൾ എന്താ പറയുക, മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് എങ്ങനെ മണ്ടേ കൂടെയാണ് പോകുന്നത്, ഇതിൻ്റെ മുകളിൽ റോഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്, കാടിൻ്റെ നടുക്കൂടെ ഒരു എന്താ പറയുക ഒരു ഹെയർ പിന്നെ കയറി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് എവിടെയാണ് നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ശരി ഗൈസ്. നമ്മളെത്തി നിൽക്കുന്നത് കല്ലാറ് ഒഴുകി വരുന്നതാണ്. അതായത് കല്ലാറ് വാട്ടർഫോൾസിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വാട്ടർഫോൾസിൽ കല്ലാറിൽ നിന്ന് വരുന്നത് വെള്ളമാണ്. അപ്പം ഇതിങ്ങനെ നേരെ ഒഴുകി പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും നല്ല കോടയുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും നല്ലൊരു കോട കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ഞാൻ ഇവിടെ നിർത്തിയെൻ്റെ. അപ്പോൾ എന്താ പറയുക, ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തീരത്തോട്ട് കണ്ടോ, കംപ്ലീറ്റ് വേസ്റ്റാണ് ഗൈസ്. പിള്ളേരുടെ ഡൈപ്പർ വേസ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ മാക്സിമം നമ്മളെന്താ പറയുക, ഈ നാച്ചുറൽ സ്പോട്ടിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും മാക്സിമം ഒരിടത്തും വേസ്റ്റ് ഇട്ട് നശിപ്പിക്കാതിരിക്കുക. ഈ എന്താ പറയുക, ഈ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം നമ്മുടെ തലമുറകളും കാണേണ്ടതല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക
കയ്യിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രകൃതി ഭംഗിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കാതിരിക്കുക മാക്സിമം. ഏതൊരു സ്പേസിൽ പോയാലും, നമ്മളൊരു ടൂറിസ്റ്റ് സ്പോട്ടിലായിരുന്നാലും, ഇല്ല നമ്മൾ ഏതൊരു എന്താ പറയുക നാച്ചുറൽ പ്ലേസിലായിരുന്നാലും, ഇല്ല ഹിഡൻ പ്ലേസിലായിരുന്നാലും നമ്മൾ പോയി കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ അവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാതിരിക്കുക ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ബ്രിഡ്ജിൽ നിന്നുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടി തരാം. താഴെ കൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, കല്ലാർ ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഈ എൻട്രൻസ് ഓപ്പൺഡാണ് ഗൈസ്, ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് കല്ലാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു നൈസ് വിഷ്വൽ കാണാം. വലിയ ആഴം ഒന്നുമില്ല ഗൈസ്, പക്ഷേ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് വെള്ളം കൂടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെയൊന്നും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ പണ്ട് ഇവിടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. ഈ വെള്ളവും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ഒഴുകി വരുന്നു. അപ്പം നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, അതുവഴിയൊക്കെ എവിടെയൊന്നും അങ്ങനെ ആരും ഇറങ്ങാറില്ല. കാരണം ഇടയ്ക്ക് വെച്ച് ഇവിടെ എന്താ പറയുക, കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്ലാറിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് വെള്ളം കൂടിയിട്ടൊക്കെ ചെറിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമൊന്നും ഇവിടെ അങ്ങനെ ആരും ഇറങ്ങാറില്ല എന്ന് തോന്നുന്നു. ഇവിടെ സ്ഥലവാസികളും കാര്യങ്ങളൊക്കെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഇതുണ്ടല്ലോ. ആ വീട്ടിൽ കണ്ടോ, ആ വീട്ടിൻ്റെ അവിടെ നിന്നൊരു പടവ് വെച്ചിട്ടുണ്ട് കല്ലാറിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെയുള്ള പരിസരവാസികളും കാര്യങ്ങളൊക്കെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ വന്നവർ പണ്ടൊക്കെ ഇവിടെ കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങുമായിരുന്നു ഗൈസ്. നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണാൻ പറ്റും, മുകളിൽ നല്ല കോടയാണ്. അപ്പോൾ എന്തായാലും നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. നമുക്ക് വീണ്ടും ഫ്രണ്ടിലോട്ട് തന്നെ പോവാം. അടുത്ത ഇടത്ത് നിർത്തുന്നിടത്ത് വെച്ച് കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ കല്ലാർ ഇക്കോ ടൂറിസം. സോ എന്താ പറയുക, ഇതിൻ്റെ അകത്താണ് നമ്മൾ കല്ലാറിലൊക്കെ ഇറങ്ങി കുളിക്കാനും കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. പിന്നെ ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. കല്ലാർ നമ്മുടെ മീൻമുട്ടി വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത്. വെൽക്കം ടു ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ, ഇവിടെ ഒരു ചെറിയൊരു കുളിക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങുന്നൊരു സ്പോട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചവിട്ടിയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുന്ന സ്ഥലം. അപ്പോൾ എന്താ പറയുക, അവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. സൂം ചെയ്താലും കണ്ടോ, അവിടെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. നമുക്കതിൻ്റെ മണ്ടയിൽ മലയാളം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മലയാളം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടത്തിൽ കാണാൻ പറ്റും. പിന്നെ അപ്പുറം വണ്ടി റോഡിലാണ് ഇരിക്കുന്നത് കേസ്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. കല്ലാറ് നമുക്ക് വീഡിയോയിൽ കാണിക്കണം എന്നുണ്ട് എനിക്ക്. നമുക്ക് പോയിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലാറ് കാണിക്കാം. പൊന്മുടിയിൽ എന്താ പറയുക, ഇപ്പം മഴയും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നല്ല തണുപ്പുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തണുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, മുകളിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കയറ്റി വിടുമെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാം. പിന്നെ പേപ്പാറ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിടെയല്ല, ഇവിടെ നിന്ന് തന്നെയാണ് തിരിഞ്ഞ് പോകുന്നത്. നമ്മൾ ഈ റോഡ് തിരിഞ്ഞാണ് പോകുന്നത്. എന്തായാലും വണ്ടി എടുക്കാം. നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും പുതിയ നല്ല നല്ല വിഷ്വൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം ഗൈസ്. എന്തായാലും അടുത്തടുത്ത് നിർത്തുന്നിടത്ത് വെച്ച് കാണാം. ചെറിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. നമ്മളിവിടെ താഴെ എന്താ പറയുക, വാഴവന്തോൾ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ സമയത്താണ് അറിഞ്ഞത് പൊന്മുടി ക്ലോസ്ഡാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, അടുപ്പിച്ചുള്ള മഴയാണ് കാരണം ഇപ്പോഴും ഇവിടെ മഴ എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് പൊന്മുടി ഏകദേശം ഒരു 15 ദിവസമായിട്ട് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന വാഴവന്തോൾ വാട്ടർഫോൾസിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന്
പേപ്പാറ ഡാമിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണി വരെ ഉള്ളൂ. പേപ്പാറ ഡാം 3 മണി വരെ എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ പേപ്പാറ ഡാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തത്തില്ല. പിന്നെ ഒരു ചുറ്റിപ്പാറയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഗൈസ്. ഇവിടെ വന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് പൊന്മുടിയിൽ ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ താഴേന്ന് നല്ല ആഗ്രഹിച്ചാണ് വന്നത്. നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണുമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ നോക്കാം. എന്തായാലും ഇവിടെ ഇപ്പോൾ ചെറിയൊരു മഴ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാം. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ, അതായത് കുറച്ച് നേരം ഞാൻ എന്തായാലും ഇവിടെ കാണും. മഴയൊന്ന് തോർന്നവരെ കാണും. മഴയൊന്ന് തോന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കാം ഗൈസ്. അപ്പോൾ ഒരു വിധത്തിൽ കയറ്റി വിടുന്നില്ല, പൊന്മുടിയിലോട്ട് കയറ്റി വിടുന്നില്ല ഗൈസ്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 15 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ്. മഴ ആയതുകൊണ്ട് മഴയെ തുടർന്ന് കളക്ടർ ഇങ്ങോട്ടുള്ള എന്താ പറയുക പ്രവേശനം ക്ലോസ് ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. നമ്മൾ രാവിലെ എണീച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് ഓപ്പൺ എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഒരു ഗൂഗിൾ മാപ്പിലും കാര്യങ്ങളിലൊന്നും അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറയുക, എന്തായാലും അവർ കയറ്റി വിട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ എന്താ പറയുക, വന്നത് വെറുതെ ആയി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ തൊട്ടടുത്തൊരു ചുറ്റിപ്പാറ എന്ന് പറയുന്നൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നതല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു കോടയും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് തോന്നുന്നു അവിടെയും. അപ്പോൾ അവിടെ ഓപ്പൺ ആണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് വെച്ച് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കുമെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു തീരുമാനം. അപ്പോൾ എന്താ പറയുക, ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് സീനറീസ് ഉണ്ട്. ഇപ്പം പൊന്മുടിയിലോട്ട് പോകുന്നതിന് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയും. പൊന്മുടിയിലോട്ട് വരുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ നിങ്ങൾക്കായിട്ട് വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മളിപ്പോൾ വേറെ ജില്ലകളിൽ നിന്നും വേറെ ജില്ലകളിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, ട്രെയിനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലോ ആയിരിക്കും നിങ്ങൾ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് പേരുക്കുടയിലോട്ടും പൊന്മുടിയിലോട്ടൊക്കെ ബസ്സുകൾ കിട്ടും. തമ്പാനൂരിൽ നിന്ന് പൊന്മുടിയിലോട്ടൊക്കെ ബസ്സുകൾ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ബൈക്കിലും കാര്യങ്ങളിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ തമ്പാനൂരിൽ നിന്ന് ഗൂഗിൾ മാപ്പിലെല്ലാം അവൈലബിൾ ആണ്. എന്നാലും ഡയറക്ഷൻ വഴിയും കാര്യങ്ങളൊന്നും ഒട്ടും തെറ്റാത്ത രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തമ്പാനൂരിൽ നിന്നാണെങ്കിൽ നേരെ കവടിയാറ് വരിക, കവടിയാറ് നേരെ പേരുക്കുട വരിക, പേരുക്കുട നേരെ നെടുമങ്ങാടോട്ട് വരിക, നെടുമങ്ങാട് നിന്ന് നേരെ സ്ട്രെയിറ്റ് റോഡാണ് വിതുര. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് കട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരിപ്പൂർ വഴി വരുന്ന, നെടുമങ്ങാട് കരിപ്പൂർ വഴി വരുന്ന. നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം അതിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടെയൊക്കെ എളുപ്പം. കാരണം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ വിതുരയിൽ നിന്ന് നേരെ നമുക്ക് റൈറ്റിലോട്ടാണ് വരുന്നത്. റൈറ്റിലോട്ട് വന്നിട്ട് നേരെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡയറക്ഷൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ബോർഡ് നോക്കി ഇങ്ങ് വന്നാൽ മതി. ഇവിടെ നിന്ന് കുറേ കയമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. പിന്നെ ലാസ്റ്റിലത്തെ പെട്രോൾ പമ്പ് വിതുര കഴിഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് ലാസ്റ്റ് പമ്പ് വരുന്നത്. ഒരു KSRTC ഡിപ്പോയും കാര്യങ്ങളൊക്കെ വരുന്ന അവിടെയാണ് ലാസ്റ്റിലത്തെ പമ്പ് വരുന്നത്. സോ അവിടെ നിന്ന് തന്നെ പെട്രോൾ അടിച്ചിട്ട് വരിക. ഇങ്ങോട്ട് തിരിച്ച് വേറെ പെട്രോൾ പമ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാവരും വരിക ഗൈസ്. നല്ല പ്ലേസാണ്. മഴ സമയത്തൊക്കെയാണ് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ എന്തിനാണെന്ന് അറിയത്തില്ല, അവർ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, വെറുതെ ഒരു ദിവസം വരേണ്ടി വന്നു. അപ്പോൾ ഇനി എന്തായാലും അടുത്ത കാലത്ത് തന്നെ ഞാനൊരു തുറക്കുന്ന ടൈമിൽ, അതായത് ഇവിടുത്തെ നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി തുറക്കുന്ന ടൈമിൽ വിളിച്ച് ചോദിച്ചിട്ട് വരാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വിളിച്ച് ചോദിച്ചിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നതാണ്, അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് നേരെ ചുറ്റിപ്പാറ എൻട്രൻസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ചുറ്റിപ്പാറയിലോട്ട് പോകാം. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന സൈഡിൽ ഒരു ചെറിയൊരു വിഷ്വലുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അടുത്തടുത്ത് നിർത്തുന്നവരേക്കും ഗുഡ് ബൈ.
ഗൈസ് നമ്മൾ ചിറ്റിപ്പാറയിലോട്ടുള്ള വഴിയിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ തോട്ടുമുക്കം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ പാലോട് സൈഡിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, പാലോട് വിതുര സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നെടുമങ്ങാടോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തോട്ടുമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഇല്ല നമ്മൾ നെടുമങ്ങാടിൽ നിന്ന് വിതുരയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തോട്ടുമുക്കം എന്ന് പറയുന്നൊരു ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് റൈറ്റിലോട്ടൊരു ചെറിയൊരു ടേണിംഗ് ഉണ്ട്. ഒരു കോർണറിലാണ്, ഒരു കോർണറുണ്ട്. ആ കോർണറിൻ്റെ കറക്റ്റ് ഒരു സി കോർണറിൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ടൊരു ഇറക്കം ഇറങ്ങി നേരെ വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞത്. ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ചാണ് ഇതിൻ്റെ എന്താ പറയുക ലാൻഡ് മാർക്ക് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല, കയറിപ്പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ചിറ്റിപ്പാറ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഈ ഒരു എൻട്രൻസാണ് ഗൈസ് കയറി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് വഴി തന്നെ നമുക്ക് പോയി നോക്കാം. സ്ട്രൈറ്റ് ഒരു വഴിയുണ്ട്, അത് ഫോറസ്റ്റിൻ്റെ അകത്തോട്ടാണ് ലീഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ റോഡാണ് കയറി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. നമ്മൾ ആ റോഡ് കയറി വരുമ്പോഴത്തേക്കും കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ റൈറ്റിലോട്ടൊരു ചിറ്റിപ്പാറ ക്ഷേത്രമെന്നും പറഞ്ഞുകൊണ്ടൊരു ചെറിയൊരു ബോർഡ് കാണും. ആ ബോർഡ് നോക്കിയാണ് കയറി വരേണ്ടത്. നോക്കി കയറി വരുമ്പോൾ ഇങ്ങനെയാണ് ഈ റോഡ് വരുന്നത്. കോൺക്രീറ്റ് ഇട്ട റോഡാണ്. സോ നമ്മൾ ഈ വഴി ഇങ്ങനെ മുകളിൽ കയറി ഇങ്ങനെ കറങ്ങിയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇങ്ങോട്ട് അത്യാവശ്യം നല്ലൊരു കയറ്റം പോലെയാണ്. അപ്പം എന്തായാലും പോയി നോക്കാം, മുകളിലെത്തിയിട്ട് എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്ലൈമ്പുണ്ട്. സ്പ്ലെൻഡർ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ വരുന്നവർക്ക്, വെയിറ്റ് കുറഞ്ഞവർക്കായിരിക്കും കുറച്ചും കൂടെ സ്പീഡിൽ കയറി വരാൻ പറ്റുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഡോമിനറായതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും വന്നിട്ട് നഷ്ടമൊന്നുമില്ല ഗൈസ്. അത്യാവശ്യം ഇതിപ്പോൾ കുറച്ച് ദൂരം കയറിയതേ ഉള്ളൂ. ഇനി മണ്ടയിലോട്ട് ഇനി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല. എന്തായാലും വന്നിട്ട് എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഹൈറ്റുള്ള പ്ലേസ് തന്നെയാണ്. താഴെ നിന്ന് കണ്ടല്ലോ, ആ ഒരു സ്പ്ലെൻഡർ ബൈക്ക് ഇരിക്കുന്ന കണ്ടായിരുന്നു, അവിടെ നിന്നാണ് കയറി വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി ഈ കയറ്റം കയറി വരണം. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഹെയർ പിൻ പോലെ കറങ്ങി കയറി പോകണം. ഞാൻ വഴിയിൽ വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു ജൈഗാൻറ്റിക് വ്യൂ ആണ് ഗൈസ് ഇവിടെ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലായതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം എന്താ പറയുക, എന്തുമാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഓസം പ്ലേസ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ്. നമുക്ക് അവിടെയൊക്കെ ഉള്ളതെല്ലാം നമുക്ക് എന്താ പറയുക, എൻ്റെ ട്രൂ ഐസി കൂടെ നമുക്ക് അതെല്ലാം കാണാൻ പറ്റും. അവിടുത്തെ പോർഷൻസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇടയ്ക്ക് ബിൽഡിംഗ് ഇരിക്കുന്ന എല്ലാം കാണാൻ പറ്റും. ക്യാമറകൾ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. ഫോൺ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതിലെങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫോൺ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതിലെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. മൈക്ക് താഴെ വീണ് പോയി. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്കിനി മുകളിലോട്ട് കയറി നോക്കാം. മുകളിലോട്ട് കയറിയിട്ട് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളതെല്ലാം നമുക്ക് നോക്കാം. ചിറ്റിപ്പാറ എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും ഇത്രയും വരെയുള്ള ട്രാവൽ വെച്ചിട്ട്, അതായത് ഇവിടെ നിന്ന് ഇതുവരെ കയറി വന്ന ട്രാവൽ വെച്ചിട്ട് സെറ്റ് പ്ലേസാണ് ഗൈസ്. വരിക, ഇടയ്ക്കിടയ്ക്കൊക്കെ വരിക. നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. താഴെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ പേരൻസുമായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രമൊക്കെ വിസിറ്റ് ചെയ്യാം. പേരൻസ് അല്ല, നമുക്ക് വേണമെങ്കിലും വന്നിട്ട് വിസിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ട്രഡീഷണൽ എന്താ പറയുക, ട്രഡീഷണലായിട്ട് എക്സ്പ്ലോറേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ, റിലീജിയസ് ആയിട്ടുള്ള എക്സ്പ്ലോറേഷനൊക്കെ നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വരെ എൻ്റെ മണ്ടയിലൊരു ക്ഷേത്രമുണ്ട്, ചിറ്റിപ്പാറ ക്ഷേത്രമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിട്ടൊക്കെ വരിക. അപ്പോൾ എന്താ പറയുക, ഇതുവരെയുള്ള നല്ല സൂപ്പർ പ്ലേസാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോയി നോക്കാം. അപ്പോൾ മുകളിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചിറ്റിപ്പാറയുടെ മാക്സിമം വെഹിക്കിൾ പോയിൻ്റ് വരെ എത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ മാത്രമേ വണ്ടി വരത്തുള്ളൂ. ഇനി അങ്ങോട്ട് നടന്നാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ എന്താ പറയുക, ഇത് അത്യാവശ്യം ലോക്കൽ ഏരിയ ആണ് ഗൈസ്. ചിറ്റിപ്പാറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ലോക്കൽ ഏരിയ ആണ്. വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും ചീവിടിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ. എന്തായാലും ഒരു ഫോറസ്റ്റാണ്, അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റാണ്. അപ്പോൾ ആ സൈഡൊക്കെ ഫുള്ള് റബ്ബറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലായിടത്തും വേസ്റ്റാണ് ഗൈസ്, എല്ലായിടത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. സോ എന്താ പറയുക, നിങ്ങൾ സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേച്ചുറൽ പ്ലേസ് ആയിട്ടുള്ള എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ പറയുക, ഇനിയും നമുക്ക് എന്താ പറയുക, ഫ്യൂച്ചറിൽ ഇനിയും ആൾക്കാരൊക്കെ വന്ന് കാണേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാക്സിമം ആരും
വേസ്റ്റുകളും കാര്യങ്ങളൊന്നും ഒരിടത്തും ഇടാതിരിക്കാൻ സൂക്ഷിക്കുക. ഓക്കെ, നമുക്ക് മുകളിൽ കയറിയിട്ട് കാണാം. നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്ലിപ്പറി ഫ്ലോർസ് അല്ല, എന്നാലും മഴ ടൈമിലൊക്കെ അത്യാവശ്യം ചർക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ മുകളിലൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തായാലും ഇതിന് മുമ്പൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതെ ഗൈസ്, ഇതൊരു ക്ഷേത്രമാണ്. നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരിയിടാം. ക്ഷേത്രം ബഹുമാനിക്കണം. ചുറ്റിപ്പറ ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇതുവരെ ഉള്ളൂ. ഈ പാറപ്പുറമെല്ലാം വഴിയാണോ കയറി പോവേണ്ട ഗൈസ്? എന്തായാലും പാറയുടെ മണ്ടയിൽ ഒരു ക്ഷേത്രം. നമുക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നാഗരികവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൈസ്, ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു എന്താ പറയുക, ആൾക്കാർ നടന്നൊരു ട്രയൽ കാണുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ആൾക്കാർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയതായിരിക്കുമല്ലോ, നമുക്കിതുവഴി നടന്നു നോക്കാം. ക്ഷേത്രത്തിൻ്റെ അകത്തൂടെ ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നത് ശരിയല്ല ഗൈസ്. ഒന്നുമില്ലെങ്കിലും എന്താ പറയുക, ആചാരങ്ങളെ ബഹുമാനിക്കണം. സോ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തൂടെയല്ല, ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയാണ്. ചെരുപ്പിടാതെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല ഗൈസ്. കാരണം എന്താ പറയുക, ഈ കാലിലെല്ലാം മുള്ളും കാര്യങ്ങളൊക്കെ കൊത്തുകൊള്ളും. അവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട് ഗൈസ്? ഓക്കെ, നമുക്ക് ഇതുവഴി ക്ലൈമ്പുണ്ട്. നമ്മൾ സിമ്പിളസ്റ്റ് ട്രയലിൽ കൂടെയാണ് നടക്കുന്നത്. ഓക്കെ, ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ഗൈസ്. ഒരു സെറ്റ് വ്യൂ ആണെന്ന് തോന്നുന്നു. അതെ, സൂപ്പറാണ്. ഓക്കെ, ഇനി മുകളിലോട്ടൊക്കെ പോകാനുള്ള വഴിയുണ്ട്. മുകളിലോട്ട് കയറി നോക്കാം. ഗൈസ് നല്ല രീതിക്ക് ക്ലൈമ്പുണ്ട്. നമ്മൾ താഴെ നിന്ന് പാറ വഴി ക്ലൈമ്പ് ചെയ്താണ് വന്നത്. ഇനി മുകളിലോട്ടും കുറേ ഉണ്ട്. സോ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഓക്കെ ഗൈസ്, നമുക്ക് മുകളിലോട്ട് പോവാം. ഗൈസ്, അത്യാവശ്യം നല്ല രീതിക്ക് കയറാനുണ്ട്. സോ ഹൈറ്റ് പേടിയുള്ളവരും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക മാക്സിമം. കാരണം കണ്ടോ, അയ്യോ, ഹെവി വ്യൂവാണ് ഗൈസ്, ഹെവി വ്യൂവാണ്.
ഇനി മുകളിലോട്ട് ഇനിയുണ്ട് ക്ലൈംബ് ചെയ്യാൻ. ഹെവി വ്യൂവാണ് ഗൈസ്. ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഹൈറ്റ് പേടിയുള്ളവരും കാര്യങ്ങളൊന്നും മാക്സിമം കയറി വരാതിരിക്കുക. പൊളിയാണ് പൊളി. നിങ്ങൾക്ക് ഫോണിലെത്തത് മാത്രം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ റിയൽ വ്യൂവിൽ ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് ഗൈസ്. ഫ്രണ്ടിലോട്ടൊക്കെ സെറ്റ് ഓക്കെയാണ് ഗൈസ്. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല. ഗൈസ് ഇതാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവ്. നമുക്ക് 360 ഡിഗ്രി ഫുള്ളി വലിയൊരു എന്താ പറയുക ഒരു ഹൈറ്റുള്ള പ്ലേസാണ്. ചുറ്റിന് നമുക്ക് എന്താ പറയുക ചുറ്റിന് നമുക്ക് അതിലെല്ലാവരും കൈയൊക്കെ കാണിക്കുന്നത് ചുറ്റും നമുക്ക് ഫുള്ള് കൊക്ക പോലത്തെ സെറ്റപ്പാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക ഫാമിലി ആയിട്ടൊന്നും വരാൻ ഉള്ള ആ ഒരു ഇതില്ല. കാരണം അത്രയ്ക്ക് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ കയറി വരുന്നതും കാര്യങ്ങളെല്ലാം വേണ്ട ചെക്കന്മാർ കയറി വരുന്ന ആ വഴി കൂടെയാണ് നമ്മൾ കയറി വരുന്നതും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അല്ലാത്ത പക്ഷം അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ടിരിക്കാനും നല്ല കോടയും ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സൈറ്റ് തന്നെയാണ്. നല്ലൊരു പ്ലേസാണ് ഗൈസ്. ഞാൻ എന്താ പറയുക ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷയില്ല. നമ്മൾ നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. നല്ലൊരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അഥവാ അങ്ങ് താഴെ പോകുകയാണെങ്കിൽ വീഡിയോ എടുത്തും കൊണ്ട് തന്നെ താഴെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് ചിറ്റിപ്പാറയിലെ വിശേഷങ്ങൾ. സോ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. അപ്പം പോകണ വഴിക്ക് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് തിരിച്ച് പോകുന്നത്. വീഡിയോസും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ചിറ്റിപ്പാറയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പൊന്മുടി പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അതിനെക്കാട്ടിയും എന്താ പറയുക വർത്തിറ്റായിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.